ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്രാവ് വെച്ചിട്ടുള്ള ഒരു തോരനാണ്. ഈ സ്രാവിനകത്തിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ വൈറ്റമിൻ B6, B12, പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് പുളി കുതിരാൻ വയ്ക്കുന്നുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കുടംപുളിയാണ്. ഇത് ഞാൻ കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് കുതിരാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാണ് ഷാർക്ക് സ്രാവ്. ഇത് ഞാൻ തൊലി കളയാതെയാണ് എടുത്തിട്ടുള്ളത്. പലർക്കും ഇതിൻ്റെ തൊലി കളയാൻ അറിയത്തില്ല. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു വലിയ ചട്ടിയിൽ ഇത് നിറച്ച് വെള്ളം വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നല്ല പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇളം ചൂടോടെ തന്നെ ഇതിൻ്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം. ഇതുപോലെ പതുക്കെ വേണം ഇത് തൊലി കളയാൻ. വളരെ ഈസിയായിട്ട് നമുക്ക് കളയാൻ പറ്റും. ചെറിയ ചൂട് വേണം. വളരെ പതുക്കെ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ഒരു പ്രയാസവുമില്ല ഇത് കളയാൻ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ തൊലി കളയാൻ. കണ്ടില്ലേ, വളരെ ഈസിയാണ്. ഇത് നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരപ്പിന് ഉള്ള ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങ ചിരകിയാണിത്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകമാണ്. പിന്നെ 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ആ സ്രാവിന് ഇത് ചെറുതായിട്ടൊന്ന് അടർത്തിയെടുക്കണം. ഒരു ഫോർക്ക് വെച്ചിട്ട്, ചെറിയ ചൂടുണ്ട്, അപ്പോൾ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ കൈ കൊണ്ടായാലും മതി. ഇത് നമ്മൾ തോരൻ പോലെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പീസസ് ആയിട്ട് വേണ്ട. ഇത് ചെറുതായിട്ട് അടർത്തിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഞാൻ 20ഓളം ചെറുപുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് 2 ചതച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റണം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച് ചെറുപുള്ളി ചേർത്ത് കൊടുക്കണം. ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവണം. ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റിലും ചേർക്കണം. ഇപ്പം ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എരിവ് നോക്കിയിട്ട് നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു മണം പോകുന്നിടം വരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ തേങ്ങ ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് അടർത്തി വെച്ച സ്രാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി എല്ലാം പൊടിഞ്ഞ് വെന്തതാണ്, ഇച്ചിരി വെന്തതാണ്. ഇനി കുറച്ചും കൂടെ വേവുള്ളൂ ഇതിന്. അധികം വേവൊന്നുമില്ല ഇതിന്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർക്കാൻ വെച്ചിരുന്ന പുളി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പുളി ചേർത്ത് കൊടുക്കാം.
കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇത് അടി പിടിക്കാതിരിക്കാൻ തക്കവണ്ണം ചേർത്താൽ മതി. ഇതിൽ ഓൾറെഡി വെള്ളമുണ്ട്, അപ്പോൾ ഒരുപാട് ചേർക്കണ്ട, കുറച്ച്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത് മറ്റുള്ള മീനിനെക്കാട്ടിൽ കുറച്ചും കൂടി അധികം നമുക്ക് എരിവ് ഇട്ടാലേ പറ്റുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് വെന്താൽ മതി. ഓൾറെഡി ഇത് കുക്കായിട്ടുള്ളതാണ്. 10 മിനിറ്റ് ശേഷം നല്ലതുപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നോക്കാം നമുക്കിത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ നല്ലതുപോലെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ സാധാരണ മീൻ പീരയുടെ ഒന്നും രുചിയല്ല, ഇത് വേറൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് നമുക്കിതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ടേസ്റ്റും മീനിൻ്റെ ടേസ്റ്റും ഡിഫറെൻ്റ് ആണ്. സാധാരണ മീൻ വെച്ച് നമ്മൾ പീര പറ്റിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഇതിന് വേറെ ഡിഫറെൻ്റ് ആണ്. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇത്. ഇപ്പോൾ ഇത് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട് ഇതിന്. ഇതിൻ്റെ പുളിയും എരിവും എല്ലാം കറക്റ്റാണ്. നമ്മൾ എരിവൊക്കെ നോക്കണം. കറക്റ്റ് ഇത്രയും തന്നെ. ഇത് നല്ല പുളിയായിരുന്നു, അതുകൊണ്ട് തന്നെ കറക്റ്റ് അത്രയും മതിയായിരുന്നു. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു ഡിഷുമായി വരുന്നതായിരിക്കും. ബൈ.